guys, it's me Dana. Welcome to my another video. അപ്പോൾ വെൽക്കം ടു ദ ചക്ക സീസൺ ഗൈസ്. അപ്പോൾ എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് ഞങ്ങളുടെ പ്ലാവ്. ഒരുപാട് ചക്ക വീണിട്ടുണ്ട്, ഇത് മുകളിലോടൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഓബ്വിയസ്ലി നമ്മൾ മലയാളീസിന് ഭയങ്കര വൈബാണ് നമ്മുടെ ചക്ക എന്ന് പറയുന്നത്. അപ്പം വൈബ് മാത്രമല്ല, ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ചക്ക. ചക്കയെക്കുറിച്ച് വലുതായിട്ട് ആർക്കും അങ്ങനെ അറിയാറില്ല, ടേസ്റ്റ് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. ബട്ട് ന്യൂട്രീഷ്യസ് വൈബ്, ദിസ് ഇസ് എ വെരി ന്യൂട്രീഷ്യസ് ഫ്രൂട്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഞങ്ങൾ കഴിക്കുന്നത് വെച്ചാൽ സീസണലാണ്. എല്ലാം നമ്മൾ സീസണായിട്ട് നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ് അത് നമ്മൾ കഴിക്കും. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണാണ്. അപ്പോൾ വി ആർ ഗോയിങ് ടു എൻജോയ് അവർ ചക്ക സീസൺ. ലെറ്റ്സ് എൻജോയ് ദ വ്ലോഗ് ഗൈസ്. ഒരുപാട് ചക്ക നിപ്പുണ്ട്, മേലോട്ടൊക്കെ ഒരുപാട് നിപ്പുണ്ട് കേട്ടോ. ദേ ഇതുപോലെ മഞ്ഞ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പം ഇതുപോലെ മഞ്ഞ കളറായപ്പോഴാണ് ഞങ്ങളത് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം എന്തായാലും റെഡി ആയിട്ടുണ്ട്. സി എന്ത് ബ്യൂട്ടിഫുൾ ഫ്രൂട്ടാണല്ലോ ഗൈസ്, എന്ത് അടിപൊളി രസമാണ് ഇത് കാണാൻ തന്നെ. അപ്പം പിള്ളേർ രണ്ടുപേരും ഉണ്ടെന്ന് വീട്ടിൽ. ഇന്ന് സ്കൂളിൽ ഇവർക്ക് ശിവരാത്രിയുടെ എന്തോ അവധിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്നുപേരും കൂടി ചക്ക സെറ്റാക്കാൻ പോകണം. അപ്പം ചക്ക നമ്മൾ എല്ലാം കൂടെ സെറ്റ് ചെയ്തൊരു ചക്കയപ്പം പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതും കൂടെ നോക്കാം ഗൈസ്. അപ്പം നമ്മൾ പരിപാടി തുടങ്ങി. ലിയോണും കെസിയാണ് ഈ ചക്ക ഇളക്കുന്നതിൻ്റെ ഇൻചാർജ്. ഇതിനിടയ്ക്ക് ഞാനോട് ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ മൊത്തം കറയാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി ഇന്ന് ഷൂട്ട് ചെയ്യണം. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു മമ്മ ഷൂട്ട് ചെയ്തോ, ഞങ്ങൾ പെട്ടെന്ന് ഇളക്കാം. അങ്ങനെ അവരൊരു ചെറിയ ട്രിക്കൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ചടപടയെന്ന് ഇളക്കി എടുക്കുവാണ് ചോള. അപ്പം ഇന്ന് ചക്കയപ്പം പരിപാടി എന്തായാലും നടക്കത്തില്ല, കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ലേറ്റായി. ഇവർക്ക് സ്കൂളിലേക്ക് നാളെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ജോലിയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുന്നില്ല. ഇന്ന് ഇതെല്ലാം ഇളക്കി എടുത്തിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കാനാണ് പ്ലാൻ. അപ്പം ഇതെല്ലാം ഇളക്കി തീരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 2 മണിക്കൂർ എടുക്കും. ഇത് ഇളക്കി എടുക്കുന്നത് അത്ര വലിയ ഈസി പരിപാടിയൊന്നുമല്ല. അപ്പം ഇത് ഇളക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ചക്കയുടെ 2ാമത്തെ ദിവസമാണ്. ഇപ്പോൾ സമയം എത്രയായി ഗൈസ്? നമ്മളെ രാത്രി 10 മണിയായി. അപ്പോൾ നമ്മുടെ വർക്കും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഫ്രീ ആയുള്ളൂ. അപ്പം ഷൂട്ട് ചെയ്യാൻ കെസി ഇപ്പോഴാണ് ഫ്രീ ആയത്, അവളുടെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ? ഇന്നലെ പ്രിപ്പയർ ചെയ്ത ചക്കയൊക്കെ ഇല്ലേ, അത് നമ്മൾ ഇന്ന് വരട്ടും എന്ന് വെച്ചാൽ ശർക്കരയും അതും കൂടെ ഇട്ടിട്ട് വരട്ടും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്തും കൂടെ വെക്കാം. അപ്പം നമ്മൾ ചക്കയപ്പമാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അത് ഇന്നും റെഡിയാവുന്ന ലക്ഷ്യമല്ല, കാരണം നമ്മൾ ഈ വരട്ടുന്നത് കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നാളെ ചക്കയപ്പം ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നാളെ നമ്മൾ ഫൈനൽ 3rd ഡേ ചക്കയപ്പം റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കയപ്പം എടുക്കാൻ 3 ദിവസം എടുത്ത് 3 ദിവസം, ബിക്കോസ് വി ആർ സോ ബിസി പീപ്പിൾ ഗൈസ്. അപ്പം നമ്മൾ നാളെ ചക്കയപ്പം ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് വരട്ടിയാണ് വെക്കണത്. സീറ്റ് വേണ്ട ഭാഷ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആണ് വെക്കുന്നത്. അപ്പം നമ്മൾ അത് ചെയ്യാം. സോ അതിന് വേണ്ടത് ശർക്കര, ചക്ക, അത്രേ ഉള്ളൂ. അതിനകത്ത് തേങ്ങ ഇടണം, പക്ഷേ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ തേങ്ങ ഇടത്തില്ല. അപ്പം നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുന്നതിന് മുന്നെയാണ് തേങ്ങ ഇടുന്നത്. ഓക്കെ, നമ്മൾ ഒരു ചട്ടി ഞാൻ സ്റ്റവിൽ ഇവിടെ വെച്ചിട്ടുണ്ട്, അടുപ്പെല്ലാം കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിക്കും, ഒരിത്തിരി ശർക്കര ഒഴിക്കും. നമ്മൾ ശർക്കര ഒഴിക്കുമല്ലേ, ശർക്കര ഇടും. എന്നിട്ട് അത് അരിച്ചിട്ട് നമ്മളത് ആ പാനിയിൽ ശർക്കര വരട്ടുമാണ് ചെയ്യുന്നത്. സോ മൈ ഗോ ഇസ് ഹിയർ, മൈ ക്യാമറ ഗോ ഇസ് ഹിയർ. സി മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്നെക്കാട്ടി അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് ശർക്കര ഇടണം. ഇപ്പം കുറച്ച് ചക്ക ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേ ഇത്രയും ശർക്കര മതി. ലൈക്ക് ഓൾമോസ്റ്റ് 150 ഗ്രാംസ് കാണും ഇത്. സോ ഇത് അലിഞ്ഞ് വരണം ഇതിനകത്ത്, എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കണം. ഗൈസ്, ഇപ്പോൾ കെസി ഒരു ഡൗട്ട് പറഞ്ഞായിരുന്നേ. എന്താ ഇപ്പോൾ പറഞ്ഞത്? ശർക്കര ഹെൽത്തി ആണെന്നാണല്ലോ ഉദ്ദേശിച്ചത്. ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഒരു സംഭവമാണ്, ഒരു ശർക്കര ഹെൽത്തിയാണ്, പഞ്ചസാര പോയിസണാണ്. എല്ലാം അങ്ങനെയല്ലേ ചിന്തിച്ചത്? ആക്ച്വലി പഞ്ചസാരയും ശർക്കരയും ഒരുപോലെ തന്നെയാണ്. ശർക്കര ഒരു ഇത്തിരി ന്യൂട്രീഷൻ കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പഞ്ചസാര കഴിക്കുന്ന പോലെ തന്നെയാണ് ശർക്കര കഴിക്കുന്നത്. ദർ ഇസ് നോ ഡിഫറൻസ്. മനസ്സിലായോ ഗൈസ്? പഞ്ചസാരയും ശർക്കരയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പഞ്ചസാര ഈസ് പഞ്ചസാര, ശർക്കര ഈസ് ശർക്കര. ഓൺലി ദ കളർ ഇസ് ഡിഫറെൻറ്റ്. കാരണം അതിൻ്റെ അയൺ കണ്ടൻറ്റ് കാരണം മാത്രമാണ്. അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. സി, അത് അലിയണം. കുറച്ച് അലിഞ്ഞിട്ട് നമ്മളത് അരിച്ചെടുക്കും.
വലിയോ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ചെറിയ അഴുക്ക് പോലെ സാധനങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ അരിച്ചിട്ട് നമ്മൾ മാറ്റണം, എന്നിട്ട് വേണം ചക്ക ഇടാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഗൈസ്, ദേ ഈ ടീം അടുക്കളയിൽ വന്നാൽ എനിക്ക് എക്സ്ട്രാ ചിലവാണ്. സേ എൻ്റെ ഓവർനൈറ്റ് ഓട്സിൽ എൻ്റെ ബനാന കേക്കിലൊക്കെ ഇടുന്ന സാധനം. ഇതെന്തുവാടെ? എനിക്ക് ഷൂട്ട് ആര് ചെയ്ത് തരും? ഗായ്സ്, നിങ്ങൾ എല്ലാവരും അറിയണം, 50 രൂപ വെച്ചത് ഇവൾ എൻ്റെ ഇത് മേടിക്കുന്നുണ്ട്. എല്ലാം ഷൂട്ട് ചെയ്ത് തരുന്നതിന് 50 രൂപ. 100 ബക്സിന് പകരം 50 രൂപയുടെ തീറ്റി ഇവൾ ഇവിടുന്ന് എല്ലാം കഴിക്കുക, എന്നിട്ട് 50 രൂപ മേടിക്കുക. ഗായ്സ്, എല്ലാവരും എന്നെ മാന്യമായി ഞാൻ മാന്യമല്ല, എന്തോ ആത്മാർത്ഥമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, എന്നെ യൂട്യൂബിൽ എല്ലാവരും രക്ഷപ്പെടുത്തുന്നത്. ഇതിനെയൊക്കെ തീറ്റി പോരണമെങ്കിൽ ഇതിനെയൊക്കെ ശമ്പളം കൊടുക്കണം. ഇതെന്തോ അടുത്തത് ഓട്സ്. എനിക്ക് വേണ്ട. കിസി ഇത് റോ ആയിട്ട് കഴിക്കരുത്. അവിടെ വയ്ക്കേ. നേരത്തെ ഉരുക്കാൻ വെച്ചിരുന്ന കുറച്ച് വെള്ളം ചേർത്ത് വെച്ചിരുന്നില്ലേ, അത് ഓൾറെഡി ഉരുകിയായിരുന്നു. അപ്പം ഞങ്ങൾ വാചം അടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് അതിൻ്റെ ഷോട്ട് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ അരിച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ പിന്നെയും നമ്മൾ കുറച്ച് നേരം വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ഈ ചക്ക ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത്, ഇതിനകത്ത് വേറെ കുറച്ച് ടൈപ്പ് ചക്കയും കൂടെ ഉണ്ട്. കാരണം അപ്പുറത്തെ വീട്ടിൽ ആ ഒരു അങ്കിള് തന്നാണ്. അപ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നമ്മളിവിടെ കട്ട് ചെയ്ത് ചക്കയുടെ കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടണം. നമുക്ക് ഇതെടുത്തിട്ട് കേസേ മാറിയുന്നു, കൈ പൊള്ളും വീണിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഇളക്കിയിട്ട് ഒന്ന് കുഴന്ന് എടുക്കണം. അപ്പം അതായത് തീർന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കൈ ഒരു വട്ടം പൊള്ളിയതേ. അപ്പം ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നല്ല സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ പൊള്ളി നമ്മുടെ തൊലിയെല്ലാം കൂടി ഉരിഞ്ഞ് വരും. ലൈക്ക് ആ ശർക്കര അത്രയ്ക്ക് തിക്കായിട്ടാണ് നമ്മൾ കുറുക്കുന്നത്. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ ഇരിക്കും, പക്ഷേ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും. സോ ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ ഇനിയും കെസ്സി എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നാളെ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അപ്പം കെസ്സിയെ ഞാൻ അങ്ങോട്ട് ഉറങ്ങാൻ വിട്ടേക്കുവാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ ചെയ്യാൻ ബാക്കി. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഓടിപ്പോയി. അപ്പം ഇതിൻ്റെ ബാക്കി പരിപാടി നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും കെസ്സിയെ പോയി. നാളത്തേക്ക് എനിക്ക് ഇത്തിരി മാറ്റിക്കണം. നാളെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഇത്തിരി. ഓക്കെ ഗായ്സ്, അപ്പം ഇതൊന്ന് സെറ്റായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗുഡ് നൈറ്റ്. അപ്പോൾ എന്തായാലും ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 40-45 മിനിറ്റ്സ് എങ്കിലും എടുക്കും. കാരണം ആ ചക്കയിലെ വെള്ളമൊക്കെ പറ്റി ശർക്കരയും എല്ലാം ആയിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആവണം. എങ്കിൽ മാത്രമേ നമ്മൾ ചക്കയപ്പത്തിൻ്റെ ആ ഫില്ലിങ് കറക്റ്റായിട്ട് നമുക്ക് വരുള്ളൂ. അപ്പം അതിനെന്തായാലും കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇപ്പം 10:50 രാത്രി. അപ്പോൾ 11-12 മണിയാകുമ്പോഴേ അച്ഛൻ വരത്തുള്ളൂ. അപ്പോൾ അതുവരെ എന്തായാലും ഞാൻ ഉറങ്ങത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഐ വിൽ വർക്ക് ലിറ്റിൽ ബിറ്റ്, കുറച്ച് ജോലി ചെയ്യാം. അപ്പോൾ ആ സമയം നമുക്ക് സേവ് ചെയ്യാമല്ലോ. സോ ദിസ് ഈസ് ദ പ്ലേസ് ഐ വർക്ക്. ഇത് ഞങ്ങളുടെ പുതിയ ഫിഷ് ടാങ്കാണ്. സോ മിനിയോബ് ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെ ആർട്ട് വർക്കാണ് ഗൈസ്. സി, ഇത്രയും ഫിഷിനെ ഇപ്പോൾ ഈ മേടിച്ചിട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ആക്ച്വലി ഇങ്ങനെ മീനെ വളർത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാനൊരു ദിവസം ചെയ്യാം ആക്ച്വലി. കാരണം ഈ മീനെ വളർത്തുന്നത് ഒരുപാട് ഹോബിയായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അപ്പം എൻ്റെ അച്ഛൻ്റെ ഹോബിയാണിത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഒരു ദിവസം നമുക്ക് ചെയ്യാം. അപ്പം ഇപ്പോൾ ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്യാം. സോ അപ്പോഴേക്ക് നമ്മുടെ ആ സംഭവം റെഡിയാവും. അപ്പം ഞാൻ ഇടയ്ക്ക് പോയി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പം നല്ല സമയം എടുക്കുന്ന പ്രോസസ്സാട്ടോ. സോ ലെറ്റ്സ് വെയിറ്റ്. ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. വെള്ളമൊക്കെ ചക്കയുടെ വെള്ളമൊക്കെ ഇത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞുറഞ്ഞ് വരുന്നുണ്ട്. ഇതിങ്ങനെ പറ്റി അവസാനം ഒരു ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. അടിയിൽ പിടിക്കാതെ മാത്രം നോക്കിയാൽ മതി. സോ ഇനിയും ഉണ്ട് ഇത് സെറ്റാവാനായിട്ട്. ഇനിയും കുറച്ചുകൂടി സമയമെടുക്കും. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്
ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് എത്താറായി. ഇപ്പോൾ ശർക്കര പാനിയൊക്കെ ഓൾമോസ്റ്റ് വറ്റി, ചക്കയൊക്കെ നല്ല രീതിക്ക് വെന്തു, വെള്ളമൊക്കെ ഒരുവിധം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഒരുപാട് സമയം എടുക്കേണ്ട കാര്യമില്ല. ആ ചട്ടിയിൽ നിന്നൊന്ന് വിട്ട് ഇങ്ങനെ വന്നിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ. സോ ഓൾമോസ്റ്റ് ഇപ്പം ഒരു 45 മിനിറ്റ്സ് ആവാറായി. സോ ഞാൻ വളരെ തീ കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്, അതാണ് ഇത്ര സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഇളക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ മടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. തീ കൂട്ടി വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചക്കക്കൂട്ട് സെറ്റായിട്ടുണ്ട്, നമ്മുടെ ഫില്ലിങ്ങിനുള്ള. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം നല്ല പാനിയും ചക്കയും എല്ലാം കൂടെ ചേർന്ന് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫില്ലിങ് സെറ്റാണ്. അപ്പോൾ എന്തായാലും ഇന്ന് 12:10 അച്ഛൻ ഓഫീസിൽ നിന്ന് വരാൻ സമയമായി. ഇനി കിടന്ന് ഉറങ്ങണം, രാവിലെ ജിമ്മിൽ പോകണം. അപ്പം നമുക്ക് നാളെ ചക്കയപ്പം ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ ഫൈനൽ സംഭവം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ സാധനം. അപ്പം ഇത് സെറ്റായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തേങ്ങ നമ്മൾ നാളെ ചക്കയപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ ഇടുകയുള്ളൂ. സോ അപ്പം ഇന്നത്തെ പരിപാടി ഇതോടെ അവസാനിക്കുന്നു ഗൈസ്. ഇന്ന് നമ്മുടെ 3rd ഡേ ഓഫ് മേക്കിംഗ് ചക്കയപ്പമാണ്. അപ്പം ഈ ഡോറിൻ്റെ അപ്പുറം രണ്ടുപേരും ഞങ്ങളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛനും നമ്മുടെ ലിയോണും. അവർക്ക് ഭയങ്കര ഒരു രസമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഞങ്ങൾ വിജയകരമായി ഇന്ന് ചക്കയപ്പം റെഡിയാക്കുന്നതായിരിക്കും. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ചക്കയപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം പാത്രത്തിൽ ഞാനിത് റെഡിയാക്കി വെച്ചതായി ചക്കക്കൂട്ട് ഇവിടെ ഉണ്ട്. അപ്പം അത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ 4 പേർക്കും ഒരു 2 എണ്ണം വീതം എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴിക്കും. സോ ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. നോ, അത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. സോ അതുകൊണ്ട് ഒരുപാട് കഴിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യത്തിന് നമ്മൾ എൻജോയ് ചെയ്യും. സോ എനിവേ കേസിയ ആസ് ഓൾവേസ് എനിക്ക് 50 രൂപ മേടിച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. സോ ലെറ്റ്സ് ഡു ദിസ് ഗൈസ്. അതേ ഗൈസ്, ഇത്രയാണ് ഞാൻ എടുത്തത്. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്ക് ആഗ്രഹം തോന്നുമ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് ഗോതമ്പ് മാവ് ഇപ്പം ചേർക്കാൻ പോകും. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ്. സോ കുറച്ച് ആവശ്യത്തിന് നമുക്കതിൻ്റെ ഒരു പരുവ്, ഒരുപാട് ചക്കയില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് മാവ് ഇട്ടാൽ മതി. സോ ഇത്രയും ലൈക്ക് 1.5 കപ്പ് നമ്മളെല്ലാം കുഴച്ച് കഴിഞ്ഞു. അപ്പം ഇനി ഇത് വാഴയിലയിൽ ഇങ്ങനെ പരത്തി ഇങ്ങനെ എടുത്തിട്ട് മടക്കി നമ്മൾ ഇഡ്ഡലി കുട്ടത്തിൽ വേവിച്ചെടുക്കണം. അത്രയുള്ള പരിപാടി. വളരെ ഭയങ്കര പരിപാടിയൊന്നുമില്ല. പക്ഷേ ഞങ്ങളതിന് 3 ദിവസം എടുത്തിട്ട് 3 ദിവസം ഇങ്ങനെ. ദിസ് ഇസ് ദ എന്താ പറയുക, ടുഡേ ഈസ് ദ ഫൈനൽ ഡേ. അപ്പം നമുക്കിത് പുഴുങ്ങിയെടുക്കാൻ കഴിയും. അത് കഴിക്കാം. വാഴയിലേക്ക് നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പുറം ഇഡ്ഡലി കുട്ടുകത്തിൽ നമ്മൾ വെള്ളമൊക്കെ റെഡിയാക്കി സ്റ്റൗ ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് പരത്തുക, വെക്കുക, അത്രേ ഉള്ളൂ പരിപാടി. ഇതുപോലൊരു ചെറിയൊരു വാഴയിൽ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇത് ഇങ്ങനെ എടുത്ത് കുറച്ച്, ഒരുപാട് വേണ്ട, അതൊരു തിരി എടുത്തിട്ട് ഇങ്ങനെ പരത്തും. പരത്തിയിട്ട് പരത്തി കഴിയണം എന്നിട്ട് പറയാം ബാക്കി. ഇങ്ങനെ പരത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ അടയ്ക്കും. അടച്ച് ഇവിടെ എല്ലാം ഇങ്ങനെ സെക്യൂർ ആക്കിയിട്ട് നമ്മൾ നേരെ ഇതിനകത്തോട്ട് വെക്കും. ഇനി അടുത്തത് അതുപോലെ ഇത് മൊത്തം ഫിനിഷ് ചെയ്യണം ഗൈസ്. ഇനി എന്നെ കാണിക്കും. അതുപോലെ ഇനി ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കുറച്ച് പേഷ്യൻസ് ഒക്കെ ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ പേഷ്യൻസ് ഉണ്ട് ഗൈസ്. കാരണം ഐ ആം ലിവിങ് വിത്ത് 3 devils. I have that patience. അത് സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് 4 പേർക്കുള്ളത്. അപ്പം 2 ഒരു എക്സ്ട്രാ വെച്ചിട്ടുണ്ടാണെങ്കിൽ ഇൻ കേസ് വരുവാണെങ്കിൽ. അപ്പം നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ആവിയിൽ വേവിച്ചിട്ട്, സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ ഞങ്ങൾക്ക് സ്റ്റീമർ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിലാണ് വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പം ഇത് നമ്മുടെ കോമൺ സെൻസ് അനുസരിച്ച് എത്ര സമയം വേണമെന്നുള്ളത് ഇപ്പം അത് വേവുന്ന ഒരു പരുവ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ, കുക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ. അല്ലാത്തവരാണെങ്കിൽ ഒരു I would say like ഒരു 20 minutes. അപ്പം അതിനുള്ളിൽ ഇത് വെന്ത് വരും. അപ്പം we are waiting guys. I am so excited. കിസിനി എക്സൈറ്റഡ് ആണോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ ഫസ്റ്റ് ചക്കയുടെ നമ്മുടെ ചക്കയൊക്കെ ഫൈനലി റെഡി ആയിരിക്കുന്നത്. അപ്പം എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞാൻ എടുക്കാൻ പോവാണ്. കാണിച്ചു കൊടുത്തേ. കറണ്ട് പോയി. എനിവേ കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളി നമ്മുടെ ചക്ക.
നല്ല മണം വരുന്നല്ലേ. ഇതേണ്ട ഗൈസ് ചക്കയപ്പം നല്ല പൊളിയാണ്. കൊള്ളാമല്ലയോ? അടിപൊളി. ഇഷ്ടപ്പെട്ടാ? കൊള്ളാം. മാവിൻ്റെ അകത്ത് ഫീലിംഗ് അങ്ങനെ കാര്യം ഇതാണ്. സോഫ്റ്റ് ആയിട്ടുണ്ടോ? സോഫ്റ്റ്. കൊള്ളാച്ചാ? അടിപൊളിയാ, താങ്ക്സ്. അപ്പോൾ ഗൈസ് 3 ദിവസത്തെ കഠിനമായ പരിശ്രമത്തിന് ശേഷം നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ കെസി മാത്രമേ ഉള്ളൂ കഴിക്കാൻ. കെസിയ ട്യൂഷന് വയ്ക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഷീ വിൽ എൻജോയ് ഹർ ചക്കയപ്പം. എനിക്കും ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചക്കയപ്പം ഇഷ്ടമില്ലാത്ത ഏത് മലയാളികളാണ് ഉള്ളത് ഗൈസ്? ആരുമില്ല. അപ്പം ലെറ്റ്സ് എൻജോയ് ദ ചക്ക സീസൺ. അപ്പം ചക്ക ചുമ്മാ ഒരു ടേസ്റ്റി ഫ്രൂട്ട് മാത്രമല്ല, ഇറ്റ്സ് സോ ന്യൂട്രീഷ്യസ്. ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആയതുകൊണ്ട് ഈ ഒരു സംഭവം പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇറ്റ്സ് സോ ന്യൂട്രീഷ്യസ്. ചുമ്മാ ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ട് മാത്രമല്ല, ഇറ്റ്സ് ഡാം ന്യൂട്രീഷ്യസ്. പക്ഷേ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ചക്കേനെ പറ്റി. അപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വ്ലോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീസണാണ് ചക്കയുടെ. നമ്മളൊക്കെ വീട്ടിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് സീസണൽ ഫ്രൂട്ട്സ്. കിട്ടാത്ത ഫ്രൂട്ട്സ് തിരക്കി പിടിച്ച് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതൊക്കെ ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ അത് നമ്മൾ കഴിക്കും. ആൻഡ് ദിസ് ഇസ് ദ ചക്ക സീസൺ. വി ആർ ഗോയിങ് ടു റോക്ക് ദിസ് സീസൺ. ബൈ.